പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും എന്റെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തത് മദ്രസയെന്നും ഉം, ഉസ്താദാണ് എന്റെ അടുത്ത് മോശമായിട്ട് ഉം, ഉം, ഉം. പെരുമാറിയത്. മദ്രസയത് 5ാം ക്ലാസ് പഠിക്കുമ്പോ. ആ ശരി, ആ, എന്താ? ഞാൻ അറിയാൻ മേലാനിട്ട് ചോദിക്കുകയാണ്, ഇതുപോലുള്ള സ്ത്രീകളെ ഈ നാരിക്ക് എവിടെ നിന്ന് കിട്ടുന്നു? നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? എനിക്ക് യാതൊരു അറിവില്ല. പക്ഷെ ഈ നാരയ്ക്ക് ഇതുപോലുള്ള സ്ത്രീകൾ എവിടെ നിന്ന് കിട്ടുന്നു? ഈ കോളിംഗ് എന്നുള്ള ഈ ഉഡായിപ്പ് പരിപാടിയിലേക്ക് ഇതുപോലുള്ള സ്ത്രീകൾ വിളിക്കുന്ന കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയും മദ്രസകൾ ഉണ്ടാവില്ല. അപ്പം പിന്നെ ഈ നാരയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്നു? 5000-നും 10,000-നും 4,000-നും 3,000-നും ഏതൊക്കെയോ ഒരു ബ്രോക്കർമാർ സെറ്റാക്കി കൊടുക്കണേ ഈ നാരയ്ക്ക്. മിക്കവാറും അത് സംഖ്യ ബ്രോക്കർമാർ തന്നെ ആയിരിക്കും ഈ നാരയ്ക്ക് ഈ സ്ത്രീകളെ സെറ്റാക്കി കൊടുക്കുന്നത്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ഉറപ്പുണ്ട് ഈ നാരി ഉഡായിപ്പാണെന്നുള്ളത്. എന്താ ചെയ്തേ ഉസ്താദ്? അത് എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ആരിഫ് കുഷൻ എന്ന് പറയുന്ന ഈ പരനാറിയെ വിളിച്ചിട്ട് താത്തയുടെ എല്ലാ രഹസ്യങ്ങളും ഈ നാറിയോട് പറയാൻ താത്തയ്ക്ക് ഒരു മടിയില്ല. ഉസ്താദ് എവിടെയാണ് കയറി പിടിച്ചത്? 5 വയസ്സിൽ മദ്രസയിൽ പോയപ്പോൾ ഈ താത്തയുടെ ഏത് പാർസലാണ് ഉസ്താദ് കയറി പിടിച്ചതെന്ന് ആരിഫ് കുഷനോട് പറയാൻ എന്താ മടി താത്ത? ഇത്രയും പറയുകയാണെങ്കിൽ പിന്നെ അതും കൂടി അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ മടിക്കുന്നത്? നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഈ താത്ത എന്ന് പറയുന്ന ഈ വിളിക്കുന്ന സ്ത്രീ ആരിഫ് കുഷനെ പേഴ്സണൽ കാര്യമാണ്, ആ സ്ത്രീയുടെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. ആ സ്ത്രീക്ക് വേണമെങ്കിൽ ഇന്നത്തെ യുഗത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് സോഷ്യൽ മീഡിയയിൽ എവിടെ വേണമെങ്കിലും പോയിരുന്നിട്ട് ഈ വിഷയം പറയാം, അവതരിപ്പിക്കാം. മുഖം ഒന്ന് മറച്ചാൽ മാത്രം മതി. ഈ നാറിയെ വിളിച്ചിട്ട് പേഴ്സണലായിട്ട് പറയുന്ന കാര്യം, ഈ നാറി എന്താ ചെയ്യുന്നത്? കോളിംഗ് എന്നും പറഞ്ഞ ഒരു ഉഡായ്പ പരിപാടിൻ്റെ പേരും വെച്ചുകൊണ്ട് ആ പെണ്ണുമ്പിള്ളേൻ്റെ വോയിസ് മുഴുവൻ റെക്കോർഡൊക്കെ, ആ പെണ്ണുമ്പിള്ളേൻ്റെ അല്ല, ഈ നാറി വിളിക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെ വോയിസും റെക്കോർഡാക്കി വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഒരു നല്ല തമ്പനയിൽ ഉണ്ടാക്കി അതിനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങി ഈ നാറി നക്കും. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് മാമ. മനസ്സിലായില്ല? പെണ്ണ് ബ്രോക്കർമാരെന്ത് ചെയ്യുന്നു? പെണ്ണുങ്ങളുടെ ശരീരം കൊണ്ട് വിറ്റ് കാശുണ്ടാക്കി നക്കുന്നു. ഇവൻ എന്ത് ചെയ്യുന്നു? സ്ത്രീകളുടെ സൗണ്ടിനെ റെക്കോർഡാക്കിയിട്ട് യൂട്യൂബിലിട്ടിട്ട് കാശുണ്ടാക്കി വിൽക്കുന്നു, നക്കുന്നു. രണ്ടും ഒരേ പണി തന്നെ. ഇവ ശരിക്കും പറഞ്ഞാൽ ആരിഫ് കുഷൻ, ഡോക്ടർ ആരിഫ് കുഷൻ അല്ല, മാമ ആരിഫ് കുഷൻ. ബ്രോക്കർ, പെണ്ണിൻ്റെ വോയിസ് വിറ്റ് കാശുണ്ടാക്കുന്ന ബ്രോക്കർ മാമ ആരിഫ് കുഷൻ. ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിയായിരിക്കും. കൂട്ടിക്കിഴിച്ച് നോക്കി, കറക്റ്റായിരിക്കും. ഉണ്ടോ അറിയില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാൻ അന്നത്തോടെ മദ്രസ പഠനം നിർത്തി. ഞാൻ ഉമ്മാനെ കൂട്ടിയിട്ട് പോയി. എന്തായാലും നന്നായി എന്റെ പൊന്നാര താത്തേ. നിങ്ങൾ മദ്രസ പഠനം 5ാം ക്ലാസ്സോടുകൂടി നിർത്തിയത് നന്നായി. കാരണം ആ കുട്ടികളും രക്ഷപ്പെട്ടു, ആ മദ്രസയും രക്ഷപ്പെട്ടു. അത്ര ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഇടക്കിടക്ക് ഈ ആരിഫ് കുഷനെ വിളിച്ചിട്ട് ഫിലോസഫി പറയാൻ നിൽക്കണ്ട. ഈ ആരിഫ് കുഷൻ ടീമുകളൊന്നും അത്ര വെടുപ്പുള്ള ടീമുകളല്ല. കുനി നിന്ന കൊതത്തേക്ക് അടിച്ചു കഴിഞ്ഞ ടീമാണ് ഈ ആരിഫ് കുഷൻ ടീമുകൾ. ആ താത്തയ്ക്ക് പോകെ അറിയും, ഇപ്പം അറിയില്ല. ഇപ്പം അതൊക്കെ രസമായിട്ട് തോന്നും. പിന്നെ നിങ്ങൾക്ക് ഈ താത്തയുടെയും ഈ ആരിഫ് കുഷിൻ്റെ വോയിസ് കേട്ടിട്ട് എന്താ തോന്നിയത്? എന്ത് ഫീലാണ് തോന്നിയത്? എനിക്ക് തോന്നിയൊരു ഫീൽ ഞാൻ പറയട്ടെ. കള്ളവെടി വയ്ക്കാൻ പോകുന്ന പെണ്ണും കള്ളവെടി വയ്ക്കാൻ പോകുന്ന ആണും എങ്ങനെയാണോ ഫോണിൽ കൂടെ സംസാരിക്കുന്നത്, ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയതാണോ, അല്ല എനിക്കങ്ങനെ തോന്നിയതാണോ, നിങ്ങൾക്ക് എങ്ങനെ തോന്നിയതെന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മൾ ഈ നാറിയ പരിപാടിയല്ല അവതരിപ്പിക്കാൻ വന്നത്. ഇന്ന് ഞാൻ പറയാൻ വന്നത് എക്സ് മുസ്ലിങ്ങളെ കുറിച്ചാണ്. അതായത് ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് പേരുപേക്ഷിക്കാതെ ആ പേരും വെച്ചുകൊണ്ട് ജീവിക്കുന്ന എക്സ് മുസ്ലിങ്ങളെ കുറിച്ചാണ്. ഈ ആരിഫ് കുഷൻ, ജാമിദ, അങ്ങനെ കുറേ കൂതറ ടീമുകളുണ്ടല്ലോ. ഈ കൂതറ ടീമുകൾ എന്ന് പറഞ്ഞാൽ സംഖ്യകളെ പറ്റിച്ച് അതിൽ കിട്ടുന്ന കാശും പഞ്ഞ് നക്കിത്തിന്ന് ശരീരം വീർപ്പിച്ച് നടക്കുന്ന കുറച്ച് നാറികളാണ്. പക്ഷേ എല്ലാ എക്സ് മുസ്ലിം നാറികളും ഇതുപോലെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. മൂഞ്ചി തൊലിഞ്ഞ് ഒരു ഗതിയും പരഗതിയില്ലാത്ത എക്സ് മുസ്ലിങ്ങളും ഉൾപ്പെടെയുണ്ട്. അറിയാം നിങ്ങൾക്ക്? അറിയില്ലെങ്കിലേ അങ്ങനെ മൂഞ്ചിത്തൊലിഞ്ഞ ഒരു എക്സ് മുസ്ലിമിൻ്റെ ഒരു വോയിസ് ഞാനിവിടെ ഇടാം. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, കാണില്ല, കേട്ടു നോക്കുക. എനിക്ക് ട്രോഫിയും വേണ്ട, വിളക്കും വേണ്ട, ഒന്നും വേണ്ട, കുത്തുവിളക്കും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ സംവാദത്തിനേ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നാണ്. മനസ്സിലായില്ലേ? എൻ്റെ മോനെ പിടിച്ച് കഞ്ചാവാക്കി. മനസ്സിലായില്ലേ? 2 വട്ടം കഞ്ചാവാക്കി. ഇവിടത്തെ കഞ്ചാവ് മറ്റേ സീക്രട്ട് ഗ്രൂപ്പിൽ 10-40 പേരുടെ മുമ്പിൽ കഞ്ചാവാക്കിയത് കൂടാണ്ട് വിശ്വാസി ഗ്രൂപ്പിൽ പോയിരുന്നു കണ്ടിട്ട് അവനെ കഞ്ചാവെന്ന് വിളിച്ച് ഓരോ കാരണം കണ്ടെത്തിയിട്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ നടന്ന് വെല്ലുവിളിച്ച് ഞാൻ പേടിച്ചൊഴിഞ്ഞ് മാറണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനില്ല, ചെക്കൻ്റെ പിന്നാലെ പോവാൻ ഞാനില്ല, എന്നെ വിട്ടേക്ക്, എനിക്ക് സമയമില്ല.
അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു മാനസിക പ്രശ്നങ്ങളുമായിട്ട് നിൽക്കണ എൻ്റെ പിന്നാലെ കുത്തിയിളക്കിയാണ് വന്നിട്ട് ഓരോരുത്തർ ഇതായത്. അപ്പോഴാണ് ഞാൻ മറുപടി പറഞ്ഞ് വന്നിട്ട് അതിൽ ഞാൻ ഇന്ന് ഉറച്ചിരിക്കണേ, കുടുംബം പൊളിക്കണം. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിത്തരമാണ്, തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ്. കുടുംബം പൊളിക്കണം. ഭാര്യക്കും ഭർത്താവിനും പണ്ണാൻ പറ്റിയ പോയി പണ്ണും, ഒരു സംശയവും ഇല്ല. എൻ്റെ പെണ്ണ് പണിയാലും ഞാൻ പണിയാലും അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ കുടുംബം പൊളിക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ മൂഞ്ചത്തരമാണ്. അത് ഞാൻ ചെയ്യണ്ടെങ്കിൽ ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ സമ്മതിച്ച്, 100% സമ്മതിച്ച്. കുടുംബം പൊളിക്കണം. കരാറുമില്ല, ഒരു മൈരുമില്ല. ഇത് ഞാൻ ആവർത്തിച്ച് പറയും. ഈ ഓറൽ എക്സ് മുസ്ലിമിന്റെ ഊമ്പിത്തൊലിഞ്ഞ് പണ്ടാരമടങ്ങിയ ഒരു എക്സ് മുസ്ലിമിന്റെ വോയിസാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി അടുത്ത വോയിസ് ഞാനിതിൽ പ്ലേ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കൊച്ചുകുട്ടികൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പോകാൻ പറഞ്ഞോളൂ. ഇത് കൊച്ചുകുട്ടികൾക്കുള്ള വോയിസ് അല്ല, മുതിർന്നവർക്കുള്ള വോയിസാണ്. പിന്നെ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ നാറുകൾ എന്തോ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് ഈ നാറുകൾക്ക്. അവിടെയാണ് ഈ നാറുകളെല്ലാം കൂടി ഒത്തുകൂടിക്കൊണ്ട് ഈ നാറുകളുടെ ഉള്ളിലുള്ള വർഗീയതയും ഈ കാമപ്രാന്തൊക്കെ ഛർദ്ദിക്കുന്നത് ആ ക്ലബ് ഹൗസിലാണ് അത്ര. എന്താണ് ഈ ക്ലബ് ഹൗസ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ മൈരായാലും അതിലൊക്കെ അംഗത്തുള്ള മൈരുകളാണ് ഈ ജാമിദിയും ഈ പറയുന്ന ആരിഫ് ഖുഷിനൊക്കെ. അതിലൊക്കെ അംഗത്തുള്ള മൈരന്മാരാണ്. അവിടെയാണ് ഈ നാറുകളുടെ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ നാറുകളിൽ മുഹമ്മദ് നബി 4 കെട്ടി 5 കെട്ടി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. മുഹമ്മദ് നബി പെണ്ണ് പിടിയാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഇസ്ലാം മതത്തെ വളരെ മോശമായിട്ട് പുച്ഛിച്ച് താഴ്ത്തി കിട്ടുന്ന ഈ നാറുകളുണ്ടല്ലോ, ഈ നാറുകളുടെ വായിൽ നിന്ന് വരുന്നത് കേട്ട് കഴിഞ്ഞാൽ കഞ്ഞു കുടിക്കൂല. ഈ നാറുകളുടെ മുഖം കണ്ട കാർഗിച്ചു, ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന നാറുകളുടെ മുഖത്ത് കാർഗിച്ചു തുപ്പാൻ തോന്നും. അതുപോലുള്ള കാമപ്രാന്തന്മാരാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ പരനാറികൾ. വോയിസ് കേട്ട് നോക്കാം, അപ്പോൾ എനിക്ക് അറിയും. സെക്സ് പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മിടുക്കന്മാരായ ആളുകൾ, അതായത് 50 മാർക്കിൻ്റെ ആളുകൾ കുറേയൊക്കെ സ്ത്രീകളെ ഇമ്പ്രസ് ചെയ്ത് നിർത്തണത് സെക്സിൻ്റെ കാര്യത്തിൽ. അവർക്ക് ശരിക്കും ആ സുഖമൊക്കെ അനുഭവിപ്പിക്കുന്നത് അതൊക്കെ വെച്ചിട്ടുണ്ട്. ഓറൽ സെക്സ്, ക്ലിറ്റോറിസ് സക്കിങ്, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ പുരുഷനില്ലേന്ന് ചോദിക്കും. പുരുഷനത് ചെയ്താലും പുരുഷനത് വെടിപൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവിടെ അതല്ല. ഈ ക്ലിറ്റോറിസ് സക്ക് ചെയ്യുമ്പോൾ പല പ്രാവശ്യം അവൾക്ക് ഓർഗാസം ഉണ്ടാവും. നിർത്താൻ അവൾ പറയില്ല, കാരണം വെച്ചാൽ അവൾക്ക് നിർത്തേണ്ട ആവശ്യമില്ല. അവിടെ റെസ്റ്റിൻ്റെ ആവശ്യമേ ഇല്ല. അതാണ് അടുത്ത വിഷയം. അപ്പോൾ സെക്സ്വൽ ഫാൻറ്റസീസ് ഇതുപോലെ ഒരുപാടുണ്ട്. അതുപോലെ അവിടെ വരുന്ന ഒരു തന്നെ പോളി അമറി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. പോളി അമറി എന്ന് പറഞ്ഞാൽ ഒരു ഇണക്ക് ഒന്നിലധികം, ഒരു പുരുഷനോ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഇണകൾ. അതിൽ പുരുഷന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നനഞ്ഞ കമ്പിത്തിരിയും വെച്ചിട്ട് ഒന്നിലധികം സ്ത്രീകളുടെ അടുത്ത് പോണ്. അത് പോൺ ഫിലിമിലൊക്കെ കാണിച്ച് വലിയ ആളാവാന്നല്ലാണ്ട് വലിയ ഗുണമൊന്നുമില്ല. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ അത്ര മിടുക്കന്മാരാണെന്നുണ്ടെങ്കിൽ 50 മാർക്കിൻ്റെ ഒരു 40, 45, 50 മാർക്കുള്ള ആൾക്കാരാണെങ്കിൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. ഈ 15-20 ഒക്കെ ആവറേജ് മനുഷ്യനെ കൊണ്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. അതേസമയം സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ 2 പേര് വരിക, ഈ പോളി അമറിയിലെ 2 പേര് വരിക എന്ന് പറഞ്ഞാൽ സ്ത്രീനെ സംബന്ധിച്ച് അവൾ ശരിക്കും ചന്ദ്രനും സ്വർഗലോകങ്ങളും കാണുന്ന ഒരു ഇതാണ് സെക്സിൽ. അപ്പോൾ ഒരാൾ ബ്രസ്റ്റിൽ സക്ക് ചെയ്ത് കൊടുക്കുക, ഒരാൾ ക്ലിറ്റോറിസ് സക്ക് ചെയ്ത് കൊടുക്കുക, ഒരാൾ ഈ വജൈനൽ പെനിട്രേഷൻ നടത്തുക, വേറൊരാൾ മറ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവളെ സംബന്ധിച്ച് അത് ഈ ഒരു പുരുഷൻ, എത്ര മിടുക്കനായ ഒരു പുരുഷന് ഒരു സ്ത്രീനെ ഒറ്റയ്ക്കിട്ട് ചെയ്യുന്നതിനേക്കാൾ പല 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 മടങ്ങ് അവള് സ്വർഗരാജ്യം കാണുന്ന ഒരു പരിപാടിയാണ്. മനസ്സിലായില്ലേ? ഇത് ചെയ്താല് എന്താണ് ഇവിടുത്തെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് എന്താണ് പ്രശ്നം? അതിവിടെ തെളിയിക്കണം. ഇത് ചെയ്തത് കൊണ്ട് ഇവിടുത്തെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ എങ്ങനെ പിഴച്ചു പോകും, അതിവിടെ തെളിയിക്കണം. മനസ്സിലായില്ലേ? അതൊന്ന്. അപ്പം സംഗതി ഇത്രയും ഭാഗം ലളിതമായിട്ട് മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ ഈ അസാധ്യമാണ്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ അപൂർവമായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും ഈ ഈ പയ്യനും ഈ തള്ളയ്ക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട് നിങ്ങൾ കോണ്ടം മേടിച്ചു കൊടുക്കുക. അവർ ബന്ധപ്പെട്ടെ. അതുകൊണ്ട് ഭൂമിയുടെ അച്ചുതണ്ട് ഒടിയോ അല്ലെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞ ഈ ആകാശത്തിന്റെ തൂണൊടിയുന്നുണ്ടെങ്കിൽ ആ കാര്യം ഇന്നൊന്നും അറിയിച്ചാൽ തിരക്കേടില്ല. പിന്നെ നമുക്ക് ഇനി പറയുമ്പോൾ പറയാല ഇന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇനി മേലിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാല. അപ്പം ഞാൻ പറഞ്ഞ് വളരെ അപൂർവം ഇത് ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പം ആ ചെക്കൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഒരു ഇത് ഞാൻ പറയാം. ലളിതോണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞു നോക്കി, ലളിതോന്നാണ് ഞാൻ കരുതുന്നത്. ഇതിലിഞ്ഞ് സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാവുന്നത്. പിന്നെ ചെയ്യാവുന്ന വെച്ച് കഴിഞ്ഞാൽ നോക്കി നിന്ന് വാണം വിടാന്നുള്ളതാണ്. അപ്പം അവർക്ക് ബുദ്ധിമുട്ടില്ല.
അവരെ കാണിക്കരുത്, അത് എക്സിബിഷനിസമാണ്. അപ്പോൾ അവർക്കതൊരു ഭയങ്കര മനപ്രയാസവും വിഷമവും ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ നല്ല പെൺപിള്ളേരെ അവർ ഒരു ജനലിനൊരു ഗ്യാപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചല്ല, സ്വാഭാവികമായിട്ട് ആ പലകയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പിൽ കൂടെ നോക്കിയിട്ട് ഞാൻ ചില പെൺകുട്ടികളൊക്കെ നോക്കി നിന്ന് ഞാൻ വാണം പെട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. നല്ല രസമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിച്ച് വാണം പെടുന്നതിലും രസമാണ് ഇങ്ങനെ ഇതിൽ കൂടെ നോക്കി നിന്ന് വാണം പെടുന്നത്. എതിർലിംഗത്തിൽപ്പെട്ട ആളെ നോക്കി നിന്ന് അവരുടെ ആ പ്രധാന ഇതിലൊക്കെ നോക്കി. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല, അതായത് അവരത് നമ്മൾ അറിയുന്നോ കാണുന്നോ ഇല്ല, നമുക്കും ബുദ്ധിമുട്ടില്ല, സീക്രട്ടായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്, ആർക്കും നഷ്ടമില്ല ഇതിൽ. അപ്പോൾ അതുപോലെ അപ്പോൾ ഉമ്മയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പെങ്ങളൊക്കെ ആകുമ്പോൾ ഈ പ്രശ്നം വരില്ല, ഇത്രയും ഇത് വരില്ല. അവരെ ഇഷ്ടം പോലെ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഏതെങ്കിലും പറ്റിയ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവർ പണിയെടുക്കുമ്പോൾ, അവർ തുണി അലക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പാത്രം കഴുകുമ്പോഴോ നോക്കി നിന്നിട്ട് വാണം വിടാൻ പറയാം. ഇപ്പോൾ ഏകദേശം ലളിതമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉപദേശിക്കാവുന്ന കാര്യങ്ങൾ, ഇതൊന്നും മാൻഡേറ്ററി അല്ലാന്ന് ഞാൻ പറഞ്ഞ്, ഓപ്ഷണലാണ്. അപ്പോൾ കാര്യങ്ങൾ ബോധവൽക്കരിക്കുക, എന്നിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അക്രമത്തിൽ പോവാണ്ട് നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാം. വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞേക്കണത്. ഇതിപ്പോൾ ഒരു കൊച്ചു കുട്ടി കേട്ടാലും മനസ്സിലാവും. നിങ്ങൾക്കിനി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ ഉടനടി ഒരു നല്ലൊരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് കോഗ്നിറ്റീവ് ഡിസോർഡർ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഓക്കെ, ദാറ്റ്സ് ആൾ. താങ്ക് യു.